ചിത്തോർ എന്ന മൂവിക്ക് വേണ്ടി രവീന്ദ്ര ജെയിൻ്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ ഇണ നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണ് ഗോരിതര ഗാവുപട എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനം നമുക്ക് കേൾക്കാം. तेरा गाँव बड़ा प्यारा, वो तो गया मारा आके यहाँ रे. उस पर रूप तेरा साधा, चंद्रमा आधा आधा जवारे. बोल तेरा गाँव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे, आके यहाँ रे. रंग बिरंगे फूल खिले हैं, लोग फूलों जैसे. आ जाए एक बार यहाँ जो जाएगा फिर कैसे. अपने मन में मगन बोले लोग यहाँ डोले, ऐसा कहाँ रे, ऐसा कहाँ रे. पूरी तेरा गाँव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे, आके यहाँ रे. अपने मन में मगन बोले लोग यहाँ डोले, ऐसा कहाँ रे, ऐसा कहाँ रे. पूरी तेरा गाँव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे, आके यहाँ रे. उस पर रूप तेरा साधा, चंद्रमा आधा आधा जवारे, आधा जवारे. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നു. എനിക്ക് ടൗൺ ഹാളുമായിട്ട് 45 കൊല്ലത്തെ പരിചയമുണ്ട്. ഞാൻ ജോലി കിട്ടിയാണ് കോഴിക്കോടേക്ക് വന്നത്. ആക്ച്വലി ഞാനൊരു പാലക്കാരിയാണ്. പയ്യന്നൂരാണ് എൻ്റെ പേരൻസൊക്കെ സെറ്റിൽ ചെയ്തത്. ജോലി കിട്ടി, പഠിക്കാനായി യൂണിവേഴ്സിറ്റി വന്നു. അവിടുന്ന് ജോലി കിട്ടി, കോഴിക്കോട് തന്നെ പോസ്റ്റിംഗ് കിട്ടി. അപ്പോൾ കാനറ ബാങ്കിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ എല്ലാ വർഷവും കാനറ ബാങ്ക് ഒരു ആനുവൽ മീറ്റ് നടത്തും. അങ്ങനെ ആ ആനുവൽ മീറ്റിൽ ഒരു പാട്ട് പാടിയ ഒരാളെ കണ്ടുമുട്ടി, ഇഷ്ടപ്പെട്ട് കല്യാണവും കഴിച്ചു. അദ്ദേഹമാണ് എൻ്റെ ഹസ്ബൻഡ്. അത് ഈ ടൗൺ ഹാളിലായിരുന്നു. ഇതുപോലെ കാലി കസേരയൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ കോറമായിരുന്നു. നല്ലൊരു പാട്ടുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പാട്ട് കേട്ട് ഞാൻ ആ ബ്രാഞ്ചിലും അല്ല ജോലിയായിരുന്നു. ഞങ്ങൾ വേറെ ബ്രാഞ്ചിലായിരുന്നു.
അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചൊരു കൺഗ്രാജുലേഷൻ കൊടുത്തതിലാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത്. അങ്ങനെ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. 2 മക്കളുമുണ്ട്. അപ്പോൾ 2019 ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സോഷ്യൽ സർവീസൊക്കെ ആയിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർമൂയിൽ അവിടെ ഒരു പരിപാടി നടത്തി. അപ്പോൾ അന്നത്തെ സൂപ്രണ്ടിനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു എൻ്റെ ഹസ്ബൻഡ് നന്നായി പാടുമെന്ന്. അപ്പം അദ്ദേഹം വാർമൂയിൽ പാടാൻ ഒരവസരം കൊടുത്തു. നമ്മുടെ വാർമൂവിലിൻ്റെ കപ്പിത്താൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ പാട്ടിൽ അവർ അപ്പം തന്നെ മെമ്പർഷിപ്പ് കൊടുത്തു. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഒരു വാർമുകിൽക്കാരനായത്. അപ്പം കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം വാർമുകിലിൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ പാട്ടൊന്നും പാടിയല്ല, എൻ്റെ ശബ്ദം കേട്ടാൽ അറിയാലോ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ 40 കൊല്ലം ജീവിച്ച് ഞാനും പാടാൻ മുതിർന്നിരിക്കുന്നു. അത്ര നല്ല പാട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ സായുജ്യത്തിന് ഇവർ പറഞ്ഞ പോലെ അവരുടെ സന്തോഷത്തിന് അവർ പാടുന്ന പോലെ ഞാനും പാടും. എനിക്കതിന് പേടിയൊന്നുമില്ല കേട്ടോ. കാരണം നാണം എന്ന് പറയുന്നത് എൻ്റെ അടുത്തൂടെ പോയിട്ടില്ല. അയ്യോ, ഞാൻ പാടും. എനിക്കൊരു കുഴപ്പമുണ്ട്, പാടുക തുടങ്ങിയാൽ എനിക്ക് ഫുള്ള് പാടണം. നിങ്ങൾക്ക് ഇരിക്കാൻ സമയമുണ്ടോ എൻ്റെ പാട്ട് കേൾക്കാൻ? ഒരു നാടൻ പാട്ട് പാടട്ടെ. തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ, തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ, എന്നു നെഞ്ചു നിറയണു പൂങ്കിനാവേ. തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ, എന്നു നെഞ്ചു നിറയണു പൂങ്കിനാവേ. എത്ര നാളു കൊതിച്ചിരുന്നു നിന്നെ, ഏനെന്നും തേനുറും പൂവാണെന്ന്, നിന്നെ ഏനെന്നും തേനുറും പൂവാണെന്ന്. പൂവാണു തേനാണു നീയെന്നെല്ലാം എന്നു പുന്നാരം ചൊല്ലി മയക്കിയല്ലേ. പൂവാണു തേനാണു നീയെന്നെല്ലാം എന്നു പുന്നാരം ചൊല്ലി മയക്കിയല്ലേ. പുത്തരി കൊണ്ടു നീ പുഞ്ചവരമ്പിൽ കൂട്ടിന്നു പോകുവാൻ കാത്തിരുന്ന്, പാട്ടൊന്നു കേൾക്കുവാൻ കാത്തിരുന്ന്. പുഞ്ചിരി പാലു കുറുക്കി തന്ന് നെഞ്ചിലൊരിത്തിരി തേൻ ചുരന്ന്. പുഞ്ചിരി പാലു കുറുക്കി തന്ന് എന് നെഞ്ചിലൊരിത്തിരി തേൻ ചുരന്ന്. പൊള്ളും വെയിലത്ത് വേല ചെയ്ത് എന് പൊന്നായി മാറ്റുമീ പൂവരമ്പ്, എന് പൊന്നായി മാറ്റുമീ പൂവരമ്പ്. ഞാറു നടുമ്പമടുത്തു വന്ന് ഒരു കാര്യം ചൊല്ലാൻ മറന്നതെന്ത്. ഞാറു നടുമ്പമടുത്തു വന്ന് ഒരു കാര്യം ചൊല്ലാൻ മറന്നതെന്ത്. കൂട്ടായിരിപ്പാൻ കൊതിച്ചതല്ല, നമ്മെ കൂറുള്ള ദൈവമിണക്കിയല്ലേ. നമ്മെ കൂറുള്ള ദൈവമിണക്കിയല്ലേ. ഉറ്റോരും പെറ്റോരും വിട്ടൊഴിഞ്ഞ് നമ്മൾ ഉള്ളാലിണങ്ങിക്കഴിഞ്ഞതല്ല. ഉറ്റോരും പെറ്റോരും വിട്ടൊഴിഞ്ഞ് നമ്മൾ ഉള്ളാലിണങ്ങിക്കഴിഞ്ഞതല്ല. എന്തായിരുന്നാലും എന്തെല്ലാം വന്നാലും എന്നാലും ഒന്നാണ് നമ്മളെന്ന് നമ്മളെല്ലാം മറന്നു കളിക്കുമെന്ന്. തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ,
എൻ നെഞ്ചു നിറയണു പൂങ്കിനാവേ തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ എനു നെഞ്ചു നിറയണു പൂങ്കിനാവേ എത്ര നാളു കൊതിച്ചിരുന്ന് നിന്നെ ഏനെന്നും തേനൂറും പൂവാണെന്ന് നിന്നെ ഏനെന്നും തേനൂറും പൂവാണെന്ന് കേട്ടിരുന്നതിന് സന്തോഷം. എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നു, എന്നാലും ഇഷ്ടം കൊണ്ടങ്ങ് പാടിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ അവസരം തന്നതിന് നന്ദി. പിന്നെ ഇവരെ എത്രയോ നന്നായി പാടുന്നു. എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. എന്താ പറയുക, എനിക്ക് വാക്കുകളൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒന്നുമില്ല. അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും, എന്ത് സഹായം വേണമെങ്കിലും എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ അവസരം തന്നതിന് സന്തോഷം, എൻ്റെ പാട്ട് സഹിച്ചതിന്. അപ്പം എല്ലാവർക്കും, കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്ര പ്രതീക്ഷിച്ചില്ലല്ലേ? അതല്ല, ഇത് ആവേശം മൂത്ത ഭയങ്കര, അതാ പ്രശ്നം. ആവേശം മൂത്ത നിൽക്കൂല, കംപ്ലീറ്റ് പാടും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പാടിപ്പിക്കാറില്ല. പിന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ബാബുഭായി ആൻഡ് ലതാ ബഹൻ, എനിക്കിതിൽ ബാബുഭായിൻ്റെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലതാബായിയുടെ ഹാർമോണിയം വായനയാണ്. എത്രയും അല്ല, നിങ്ങളെ മോശം പറയല്ല കേട്ടോ, ലതാബഹൻ്റെ ആ ഹാർമോണിയം വായന ഉണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ അത് ഒരു അക്കോർഡിയൻ്റെ ഒരു ടോണ് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. കാരണം ഞാൻ അത്യാവശ്യം ഹാർമോണിയം വായിക്കും, അതുകൊണ്ടാണ് പറഞ്ഞു. വളരെ ഉഷാറായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു മാം. KPSCയുടെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നായിരുന്നു മാം ഇപ്പം പാടിയത്. എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഇന്ദിരാഗാന്ധി വന്ന് പാടിയോ അല്ലേ? എല്ലാവർക്കും തോന്നിയില്ലേ? സത്യല്ലേ? അതേ ലുക്ക്. താങ്ക് യു. അതല്ലേ അല്ലേ? അതെ, ഇന്ദിരാഗാന്ധിയുടെ അതേ ലുക്ക്. താങ്ക് യു മാം.